अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू। इन्नल हम्दुलिल्लाह अल्लज़ी हदाना लिहाज़ा वमा कुन्ना लिनह्तदिय लौला अन हदानल्लाह। अल्हम्दुलिल्लाह वस्सलातु वस्सलामु अला रसूलिल अमीन व अला आलिहि व सहबिहि अजमाइन अम्मा बाद। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഒരു ടോപ്പിക്കുമായിട്ട് വന്നിട്ടുള്ളത് അത് എന്താണെന്നല്ലേ, ഇസ്ലാം എന്നാൽ എന്ത് എന്നുള്ളതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ വിചാരിച്ചിട്ടുള്ളത്. നാം മുസ്ലിമായി ജനിച്ചതിൻ്റെ പേരിലോ ഇസ്ലാമിക വസ്ത്രം ധരിച്ചതിൻ്റെ പേരിലോ ഒരു യഥാർത്ഥ വിശ്വാസിയാകുന്നില്ല. മറിച്ച് ദീനിനെക്കുറിച്ച് നാം വ്യക്തമായി പഠിക്കേണ്ടതുണ്ട്. ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കണം ആ പഠനവും. എങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥ വിശ്വാസിയാകാൻ സാധിക്കുകയുള്ളൂ. എന്താണ് ഇസ്ലാം എന്നതിനെക്കുറിച്ച് ഇമാം നവവി അദ്ദേഹത്തിൻ്റെ 40 ഹദീസുകളിൽ രണ്ടാമത്തെ ഹദീസായ ഈ ഇസ്ലാം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഉദ്ധരിച്ച ഹദീസ് ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. അത് ഇപ്രകാരമാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അങ്ങോട്ട് കടന്നു വന്നു. തൂവെള്ള വസ്ത്രം ധരിച്ച് കറുത്തിരുണ്ട തലമുടിയോട് കൂടിയ ചെറുപ്പക്കാരൻ. ഒരു യാത്രക്കാരൻ്റെ അടയാളമൊന്നും അദ്ദേഹത്തിലില്ല. എന്നാൽ ഞങ്ങളിൽ ആർക്കും തന്നെ അദ്ദേഹത്തിനെ അറിയുകയുമില്ല. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തിരുന്നു. ഇരു മുട്ടുകൾ അദ്ദേഹത്തിൻ്റെ കാലുമുട്ടുകളിലേക്ക് ചേർത്ത് വെച്ചു. ഇരു കൈകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുടയിലും വെച്ചിരുന്നു. ദീൻ പഠിക്കുന്നവർക്ക് വേണ്ട മര്യാദകളാണ് ഇവിടെ പറഞ്ഞത്. വൃത്തിയുള്ള വസ്ത്രം, പിന്നെ ഒരു മജ്‌ലിസിലിരിക്കാൻ ഉള്ള മര്യാദ, അതപോടും വിനയത്തോടും കൂടി വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ പറഞ്ഞത്. അങ്ങനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ദീനിൻ്റെ മജ്‌ലിസിൽ പോകുമ്പോൾ ധരിക്കാനൊരു പ്രത്യേക ഡ്രസ്സ് തന്നെ എനിക്കുണ്ടായിരുന്നു എന്ന്. ആദം സന്തതികളെ ഓരോ നമസ്കാരത്തിനും വൃത്തിയുള്ള ഭംഗിയുള്ള വസ്ത്രം നിങ്ങൾ ധരിക്കണം. പിന്നെ ഇൽമിൻ്റെ മജ്‌ലിസുകളിൽ പോകുമ്പോൾ എന്തു വേണം? അദബും മര്യാദയും ഒക്കെ പാലിക്കുകയും വൃത്തിയുള്ള വസ്ത്രം ധരിക്കുകയും ചെയ്യണം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് എന്താണ് ഇസ്ലാം എന്നതിനെക്കുറിച്ച് മുഹമ്മദേ പറഞ്ഞു തരണം. യാ മുഹമ്മദ്, ഇസ്ലാമിനെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം. ഇസ്ലാം എന്നാൽ എന്താണ് എന്നാണ് ഇദ്ദേഹം നബിയോട് ചോദിക്കുന്നത്. അപ്പോൾ അതിന് നബി പറയുന്ന മറുപടി, നീ സാക്ഷ്യം വഹിക്കലാണ്. എങ്ങനെ സാക്ഷ്യം വഹിക്കണം? കണ്ണുകൊണ്ട് കണ്ടവനെ പോലെ വിശ്വസിച്ചുകൊണ്ട് വേണം സാക്ഷ്യം വഹിക്കാൻ. അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനായി ആരുമില്ല എന്ന് സാക്ഷ്യം വഹിക്കലാണ് എന്ത്? ഇസ്ലാം എന്നാൽ എന്ത് എന്നതിൻ്റെ ഒന്നാമത്തെ കാര്യങ്ങളിൽ ഒരു ഭാഗം. രണ്ടാമത് എന്താണ് പറഞ്ഞത്? ആ ഒന്നിൽ തന്നെ രണ്ടാമത്തേത് എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ദൂതനാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഇതാണ് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ പ്രധാനമായിട്ടുള്ള ഒന്ന്. ഈ ഷഹാദത്ത് കലിമയെക്കുറിച്ച് ഖുർആനിൽ പറയുന്നത് എങ്ങനെയെന്ന് നമ്മൾ അറിയണ്ടേ? ഇല്ലാ മൻ ഷഹിദ ബിൽ ഹഖി വഹും യഅലമൂൻ. പിന്നെ മറ്റൊരായത്തിൽ പറയുന്നുണ്ട്, വഅലമു അൻ തഷ്ഹദു
അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ അള്ളാഹു അല്ലാതെ ആരാധനയ്ക്കർഹനായി മറ്റാരുമില്ല എന്ന് വിശ്വസിക്കണം. പിന്നീട് എന്ത് പറഞ്ഞു? നബി അള്ളാഹുവിൻ്റെ ദൂതനാണെന്നും വിശ്വസിക്കണം. അപ്പോൾ ദൂതനാണെന്ന് വിശ്വസിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്? മതത്തിൽ നബിയെ മാത്രം അനുസരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് സത്യമാണ് എന്ന് അംഗീകരിക്കുക. മൂന്നാമത്, വിലക്കിയതൊക്കെയും വിട്ടു നിൽക്കണം. നാലാമത്, പ്രവാചകൻ പറഞ്ഞു തന്ന് പഠിപ്പിച്ച വിധത്തിലായിരിക്കണം ഇബാദത്ത് ചെയ്യേണ്ടത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ നബിയാണ് എന്ന് സാക്ഷ്യം വഹിച്ചാൽ മാത്രം പോരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് സാക്ഷ്യം വഹിക്കുക എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ആ സാക്ഷ്യത്തിൽ എന്തൊക്കെ ഉൾക്കൊള്ളണം? മതത്തിൽ നബിയെ മാത്രം അനുസരിക്കണം. രണ്ടാമത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന് അംഗീകരിക്കണം. മൂന്നാമത്, വിലക്കിയതൊക്കെ നമ്മൾ വിട്ടു നിൽക്കണം. നാലാമത്, പ്രവാചകൻ പറഞ്ഞ വിധത്തിൽ ഇബാദത്ത് ചെയ്യണം. രണ്ടാമതായിട്ട് പറഞ്ഞത് എന്താണ്? നമസ്കാരം നിലനിർത്തുക. നമസ്കാരം കൃത്യസമയത്ത് തന്നെ കൃത്യമായിട്ട് നിലനിർത്തണം. 5 വക്ത് കൃത്യമായി നമസ്കരിക്കുക. തീർച്ചയായും നമസ്കാരം വിശ്വാസികൾക്ക് സമയം നിർണയിക്കപ്പെട്ട ഒരു കർമ്മമാണ്. ഇന്ന സ്വലാത്ത കാനത്ത് മുഅ്മിനീന കിതാബൻ മൗഖൂത. തീർച്ചയായും നമസ്കാരം സത്യവിശ്വാസികൾക്ക് സമയം നിർണയിക്കപ്പെട്ട ഒരു കർമ്മമാകുന്നു. വല്ലദീനഹും അലാ സ്വലാത്തിഹിം ദായിമൂൻ. വിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞ ആയത്താണിത്. അവർ നമസ്കാരം മുറ പോലെ നിലനിർത്തുന്നവരാകുന്നു. പിന്നെന്ത് പറഞ്ഞു? സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി. നിങ്ങൾ ഞാൻ നമസ്കരിച്ച പോലെ നമസ്കരിക്കണമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്രകാരമാണോ നമസ്കരിച്ചത് അതുപോലെ നമസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചതുപോലെ നമുക്ക് നമസ്കരിക്കണം എന്നുണ്ടെങ്കിൽ നബിയുടെ കാലത്ത് നമ്മൾ നബിയുടെ കൂടെ ഉണ്ടായിരിക്കണം, അല്ലേ? അപ്പോൾ ആരുണ്ടായിരുന്നു? സഹാബാക്കൾ നബിയുടെ കൂടെ ഉണ്ടായിരുന്നു. അവർ നബിയിൽ നിന്ന് നബി ചെയ്തത് കണ്ട് പഠിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം പിന്നിട്ടപ്പോൾ അവർ ആ പഠിച്ച കാര്യങ്ങൾ താബിഈങ്ങൾക്ക് കൈമാറുകയും അവർ പിന്നീട് വരുന്ന തലമുറയ്ക്ക് കൈമാറി. അങ്ങനെ ഇന്ന് നാം കാണുന്ന വിധത്തിലുള്ള ദീൻ പഠിക്കാനുള്ള മാധ്യമങ്ങൾ നമുക്ക് കിട്ടിയത് തലമുറകളായി കൈമാറി വന്നതാണ്. അപ്പോൾ ഈ നമസ്കരിക്കണം എന്ന് പറഞ്ഞ 2 കാര്യം കൂടി ഉണ്ട് കേട്ടോ. ലാഹിറായും ബാത്തിനായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റി വേണം നമസ്കരിക്കാൻ. എന്താ ലാഹിർ എന്ന് പറഞ്ഞാൽ? റുക്ക്, സുജൂദ്, ഇഅ്തിദാല്, അത്തഹിയാത്ത്, ഇതൊക്കെ നബി എപ്രകാരമാണോ കാണിച്ചു തന്നത് അതുപോലെ വേണം നമ്മൾ നിസ്കരിക്കാൻ. പിന്നെയോ ഓരോന്നിലും അർത്ഥം അറിഞ്ഞ് വേണം ചൊല്ലേണ്ടത്. റുക്കൂയിലും സുജൂദിലും ഇഅ്തിദാലിലും ഒക്കെ നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ ഒക്കെ എന്താണ്? ദുആകളും മറ്റുള്ള പ്രാർത്ഥനകളൊക്കെ എന്താണ്? അർത്ഥം അറിഞ്ഞ് വേണം പറയേണ്ടത്. അതാണ് ബാത്തിനായി എന്ന് പറഞ്ഞത്. ഉള്ളിൽ തട്ടിക്കൊണ്ടുള്ള, ഹൃദയത്തിൽ തട്ടിക്കൊണ്ടായിരിക്കണം ആ പറച്ചിൽ പറയേണ്ടത് എന്ന്. അങ്ങനെ ലാഹിറും ബാത്തിനുമായ കാര്യങ്ങൾ അംഗീകരിച്ച് വേണം നമസ്കരിക്കാൻ.
പിന്നെയോ പുരുഷന്മാർ കൃത്യമായി പള്ളിയിൽ പോവുക തന്നെ വേണം നമസ്കരിക്കാൻ. കാരണം ഒരു കാരണവുമില്ലാതെ അവൻ വീട്ടിൽ നിന്ന് നമസ്കരിച്ചാൽ ആ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല. അതാണ് പറഞ്ഞത്. പിന്നീട് എന്താ പറഞ്ഞത്? നീ ഷഹാദത്ത് കലിമ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പടിയായി ചെയ്യേണ്ടത് എന്താണ്? നമസ്കാരം കൃത്യമായി നിലനിർത്തുക. അത് കഴിഞ്ഞ് പറഞ്ഞത് എന്താണ്? കൃത്യമായി നിലനിർത്തണമെങ്കിൽ എന്തൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ ആ നമസ്കാരത്തിൽ നമ്മൾ ചൊല്ലുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമാകുന്ന വിധം അർത്ഥം അറിഞ്ഞുകൊണ്ട് വേണം നമ്മളത് ചൊല്ലാൻ. എങ്കിലേ നമസ്കാരത്തിൽ നമുക്ക് ഭക്തി കിട്ടുകയുള്ളൂ. പിന്നെന്താ പറഞ്ഞത്? നീ സക്കാത്ത് നൽകണം. ഓരോ ചന്ദ്രവർഷവും പൂർത്തിയായാൽ ധനത്തിൻ്റെ സക്കാത്ത് നൽകണം. എന്താണ് ചന്ദ്രവർഷം എന്ന് പറഞ്ഞാൽ? അറബി മാസം പൂർത്തിയായി കഴിഞ്ഞാൽ, ഒരു വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ നാം അധ്വാനിച്ചുണ്ടാക്കിയതിൽ നിന്ന് ഒരു വിഹിതം അർഹതപ്പെട്ടവരിലേക്ക് നാം കൊടുക്കണം. എല്ലാവരും വിചാരിച്ചിട്ടുള്ളത് പണക്കാർക്ക് മാത്രമാണ് ഈ സക്കാത്തുള്ളത്, നമുക്കൊന്നും ഇല്ല എന്നാണ്. അങ്ങനെയൊന്നുമല്ല. 100 രൂപ നമുക്കുണ്ടെങ്കിൽ അതിൽ നിന്ന് 2.5 രൂപ നമുക്കുള്ളതല്ല, അത് മറ്റുള്ളവർക്കുള്ളതാണ്. സാധുക്കളായ ജീവിക്കാൻ മാർഗമില്ലാത്ത അവർക്കുള്ള അർഹതപ്പെട്ടതാണ് എന്ത്? 2.5 രൂപ എന്നുള്ളത്. അങ്ങനെ ആ കണക്ക് വെച്ച് നമുക്ക് എത്രയാണോ സാലറി ഉള്ളത്, എത്രയാണോ നമുക്ക് മറ്റ് വരുമാനങ്ങൾ ബിസിനസ്സിലൂടെയും മറ്റുള്ളതൊക്കെ എത്രയാണോ നമുക്ക് കിട്ടുന്നത്, അങ്ങനെ ഈ 2.5% എന്നുള്ള കണക്കനുസരിച്ച് നമ്മൾ സക്കാത്ത് കൊടുക്കണം. ആ സക്കാത്ത് നമ്മൾ കൊടുക്കാൻ മടി കാണിക്കുകയാണെങ്കിൽ നമ്മുടെ ഇസ്ലാം നമുക്ക് പൂർണ്ണമാവുകയില്ല. കാരണം 5 സ്തംഭങ്ങളിലായിട്ടാണ് ഇസ്ലാമിനെ അല്ലാഹു തആല പടുത്തുയർത്തിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേതാണ് അടിത്തറയായിട്ട് 2 ഷഹാദത്ത് കലിമകൾ. അത് കഴിഞ്ഞാൽ പറഞ്ഞത് നമസ്കാരത്തിന് ശേഷം അതും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? സക്കാത്ത് നൽകണം. സക്കാത്ത് എന്ന് പറഞ്ഞാൽ ധനത്തെ സംസ്കരിക്കുക എന്നുള്ള അർത്ഥമാണ് അതിന് വരുന്നത്. തസ്കിയത്ത്, സക്കാത്ത്, സംസ്കരിച്ചെടുക്കുക. നമ്മുടെ സ്വത്ത് 100 രൂപയാണെങ്കിൽ അതിൽ 2.5 രൂപ കലർത്തിക്കൊണ്ട് നാം ഉപയോഗിച്ചാൽ അത് നമുക്ക് ഹറാമാണ്. 100-ൽ നിന്ന് 2.5 നമ്മൾ കൊടുക്കേണ്ടവർക്ക് നിർബന്ധമായും കൊടുത്തിരിക്കണം. ഇല്ലെങ്കിൽ ഈ ഇസ്ലാം കാര്യം 5 എന്നുള്ളത് നാം എന്ത് ചെയ്തു? ഒന്നിനെ സ്വീകരിക്കാതെ വിട്ടുകളഞ്ഞു. അതിൻ്റെ പേരിൽ നാം ശിക്ഷിക്കപ്പെടുന്നതാണ്. നാം കൊടുക്കാതെ സൂക്ഷിച്ചു വയ്ക്കുന്ന ആ ധനം നാളെ പരലോകത്ത് നമുക്ക് ശിക്ഷയായിട്ട് വരുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആനിലും സക്കാത്തിനെ കുറിച്ച് വളരെയധികം പറഞ്ഞിട്ടുമുണ്ട്. അള്ളാഹുവിനെ ഭയപ്പെടുന്നവരുടെ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ് അത്. പിന്നെന്താ പറഞ്ഞത്? റമളാനിൽ നോമ്പ് നോൽക്കുക. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസ്. ജനങ്ങൾക്ക് സന്മാർഗവുമായിട്ട് ഇറങ്ങിയ ഖുർആൻ. അതെന്താണ്? റമളാനിലാണ് ഖുർആൻ ഇറങ്ങിയതല്ലേ? അപ്പോൾ ആ പുണ്യമാക്കപ്പെട്ട റമളാനിൽ നാം നോമ്പ് നോൽക്കൽ നിർബന്ധമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കും സിയാം കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഈ കണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ജീവിതത്തിൽ നമുക്ക് സൂക്ഷ്മത ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. എന്താ സൂക്ഷ്മത? തെറ്റുകൾ ചെയ്യാതെ മറ്റുള്ള വേണ്ടാത്തരങ്ങളിലേക്ക് പോകാതെയൊക്കെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ
ആ സൂക്ഷ്മത എന്നെ റബ്ബ് കാണുന്നുണ്ട്, എൻ്റെ പ്രവൃത്തികൾ റബ്ബ് കാണുന്നു, നാളെ ഞാൻ ശിക്ഷിക്കപ്പെടുമെന്നുള്ള ഭയത്തോടു കൂടിയുള്ള ചിന്തയാണ് സൂക്ഷ്മത. ആ സൂക്ഷ്മത ലഭിക്കണമെങ്കിൽ ഇതൊക്കെ നമ്മൾ ചെയ്യണം എന്നാണ്. ഇനി ഹജ്ജ് എല്ലാവർക്കും നിർബന്ധമുണ്ടോ? ഇല്ല. കഴിവുള്ളവൻ ചെയ്താൽ മതി. എന്തൊക്കെയാണ് കഴിവിൽപ്പെട്ടത്? സമ്പത്ത് വേണം അല്ലേ? സ്വത്തുണ്ടെങ്കിലല്ലേ നമുക്ക് വരാൻ പറ്റുള്ളൂ. ലക്ഷങ്ങൾ കൊടുക്കണ്ടേ ഹജ്ജിന് വരണമെങ്കിൽ? അപ്പോൾ സമ്പത്ത് വേണം. രണ്ടാമത് പറഞ്ഞത് ആരോഗ്യം വേണം. കുറേ പണമുണ്ട്, നടക്കാൻ ശേഷിയില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖമാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് വരാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ സമ്പത്ത് വേണം, ആരോഗ്യം വേണം, യാത്രാ സംവിധാനം ഉറപ്പ് വേണം. ഞാൻ യാത്ര ചെയ്താൽ ആ യാത്രയിൽ എനിക്ക് ഒന്നും നേരിടുകയില്ല എന്നുള്ള ഉറപ്പ് വേണം. അങ്ങനെ ഉറപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഹജ്ജിന് പുറപ്പെടാൻ പാടുള്ളൂ എന്നാണ്. 3 കാര്യങ്ങൾ നിർബന്ധമായി ഉള്ളവർക്ക് മാത്രമാണ് ഹജ്ജ് പറഞ്ഞിട്ടുള്ളത്. ബാക്കിയെല്ലാം എല്ലാവർക്കും നിർബന്ധമാണ്. സമ്പത്ത് വേണം, ആരോഗ്യം വേണം, യാത്രാ സംവിധാനം വേണം. ഇതൊന്നുമില്ലാത്തവർക്ക് ഹജ്ജ് നിർബന്ധമില്ല. ഇനി ഒരു കാര്യം കൂടി സ്ത്രീകൾക്കെടുത്ത് പറഞ്ഞിട്ടുണ്ട്. മുഹറമായിട്ടുള്ള, അതായത് വിവാഹം നിഷിദ്ധമായിട്ടുള്ള ഒരു പുരുഷൻ്റെ കൂടെ വേണം നമ്മൾ ഹജ്ജിന് പോകാൻ. ഇതാണ് സുന്നത്തായ രൂപത്തിലുള്ള ഇസ്ലാമിൻ്റെ വിശദീകരണം. അതായത് നബിയുടെ ഹദീസിൽ നിന്ന് എന്താണ് ഇസ്ലാം എന്നുള്ള വിവരണം ഇതാണ്. ഖുർആൻ എന്താണ് പറഞ്ഞത്? ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുത്ത് സ്വീകരിക്കപ്പെട്ട മതം എന്താണ്? ഇസ്ലാമാണ്. ഇനി ഇൽമു പഠിക്കലിൻ്റെ മര്യാദകളൊക്കെ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? അതുപോലെ 4 കാര്യങ്ങൾ കൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം, ശ്രദ്ധയോടെ കേട്ട് പഠിക്കണം, പണ്ഡിതന്മാർ ഇരിക്കുന്ന സദസ്സുകളിൽ പോയി ഇരിക്കണം, പണ്ഡിതന്മാരോട് ചേർന്ന് നിൽക്കണം, ഇൽമിൻ്റെ മജ്‌ലിസുകളിൽ പോയിരിക്കണം. അങ്ങനെ 4 കാര്യങ്ങളാണ് ഇൽമ പഠിക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്താണ് ഇസ്ലാം എന്ന് മനസ്സിലായില്ലേ? 2 ഷഹാദത്ത് കലിമ അർത്ഥമറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കിയിട്ട് നമ്മൾ നേർക്കുനേരെ കാണുന്നത് പോലെ വിശ്വസിക്കുക. എന്ത്? 2 ഷഹാദത്ത് കലിമകൾ. അതിലൊന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല എന്നുള്ളത് ഉറച്ച് വിശ്വസിക്കുക. പിന്നെ രണ്ടാമത് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ പ്രവാചകനാണെന്ന് വിശ്വസിക്കുക. അദ്ദേഹം പറഞ്ഞ 4 കാര്യങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. മതത്തിൽ നബിയെ മാത്രം അനുസരിക്കുക. നബി പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന് അംഗീകരിക്കുക. ഒരിക്കലും നബിയുടേതായ ഇഷ്ടത്തിനനുസരിച്ച് ഒന്നും തന്നെ ദീനിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹിയായി എത്തിച്ചു കൊടുത്തത് മാത്രമാണ് 23 വർഷക്കാലം കൊണ്ട് നബി നമുക്ക് പറഞ്ഞു തന്ന് പഠിപ്പിച്ചത്. അപ്പോൾ അത് സത്യമാണ് എന്ന് അംഗീകരിക്കുക. വിലക്കിയതൊക്കെയും വിട്ടുനിൽക്കുക. എന്താണ്? ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ അകന്ന് നിൽക്കണം. പ്രവാചകൻ പറഞ്ഞ വിധത്തിൽ മാത്രം ഇബാദത്ത് ചെയ്യണം. പിന്നെ പറഞ്ഞത് കൃത്യമായിട്ട് നമസ്കാരം നിലനിർത്തുക. പിന്നീട് പറഞ്ഞു നമസ്കാരം എങ്ങനെ നിലനിർത്തണം എന്നാണ് പറഞ്ഞത്? ലാഹിറായിട്ടും ബാത്തിനായിട്ടും നബി പഠിപ്പിച്ച പോലെ നിസ്കരിക്കുക. ആ നിസ്കാരത്തിൽ ചൊല്ലുന്ന കാര്യങ്ങളുടെയൊക്കെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ചൊല്ലുക. പിന്നീട് പറഞ്ഞത് സക്കാത്ത് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. പിന്നെ റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുക, ഹജ്ജ് നിർവഹിക്കുക. ഇതാണ് ഇസ്ലാം.